നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കശ്മീരിലെ ദുരൂഹമരണങ്ങൾ ഭീകരാക്രമണമോ? വിഷം ഉള്ളിൽ ചെന്നെന്ന കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. നിരവധി പേർ ചികിത്സയിലും നിരീക്ഷണത്തിലും. വഖഫ് ഭേദഗതി ബില്ല് ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ പാസാക്കുമെന്ന് JPC അധ്യക്ഷൻ. ബില്ലിനെക്കുറിച്ച് പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകൾ. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഭേദഗതിയെന്നും ജഗദാംബിക പാൽ. കുംഭമേളയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക്. ഇതുവരെ സ്നാനത്തിനു വേണ്ടി എത്തിയത് 10 കോടിയിലധികം തീർത്ഥാടകർ. സുരക്ഷ ശക്തമാക്കി. അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ കുട്ടികളുടെ പൗരത്വം തടയാനുള്ള നടപടിക്ക് സ്റ്റേ. ഫെബ്രുവരി മുതൽ നടപ്പാക്കാനിരുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ തടഞ്ഞ സിയാറ്റിൽ കോടതി. അപ്പീൽ നൽകുമെന്ന് ട്രംപ്. വിശദമായ വാർത്തകളിലേക്ക്. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. കുംഭമേളയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു. ഇതുവരെ സ്നാനത്തിന് വേണ്ടി എത്തിയത് 10 കോടിയിലധികം തീർത്ഥാടകർ. VIP സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷയും ശക്തമാക്കിയിരിക്കുകയാണ്. കുംഭനഗരിയായ പ്രയാഗ്രാജിൽ നിന്നും നിഖിൽ കുമാർ ചേർന്നുണ്ട്. നിഖിൽ, വളരെ ശക്തമായൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തീർത്ഥാടകരുടെ. പ്രത്യേകിച്ചും സുരക്ഷയും ശക്തമാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശേഷങ്ങൾ? നിഖിലേക്ക് വരാം. കുംഭനഗരിയിൽ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ വലിയൊരു തിരക്ക് തന്നെയാണ് കുംഭനഗരിയിൽ അനുഭവപ്പെടുന്നത്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് 10 കോടിയിലധികം തീർത്ഥാടകരാണ് സ്നാനത്തിനായി എത്തിയിട്ടുള്ളത് കുംഭനഗരിയിലേക്ക്. ഒപ്പം VIP സന്ദർശനവും തുടരുകയാണ്. ഇതോടനുബന്ധിച്ചാണ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ വലിയൊരു തിരക്ക് കാണാൻ സാധിക്കും. തീർത്ഥാടകരുടെ ആ ഒരു ഒഴുക്ക് തന്നെയാണ് കുംഭമേളയിൽ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഏറെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം, VIP-കളായി അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയും കുംഭമേളയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുതന്നെയാണ് മുഖ്യ ആകർഷണമായി മാറുന്നത്. നിലവിൽ അതോടനുബന്ധിച്ചാണ് കൂടുതൽ സുരക്ഷയും ശക്തമാക്കുന്നത്. 10 കോടിയിലധികം തീർത്ഥാടകരാണ് ഇതുവരെയും സ്നാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കായൊക്കെയും എത്തിച്ചേർന്നത്. കുംഭമേളയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. നിരവധി പ്രമുഖരാണ് ഇത്തവണ കുംഭമേളയിലേക്ക് എത്തുന്നത്. പ്രയാഗ്രാജിൽ നിരവധി പ്രമുഖർ ഇതിനോടകം എത്തി മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പ്രമുഖരായിട്ടുള്ള ആളുകൾ എത്തും. ഇനിയാകും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തുക. ആഭ്യന്തരമന്ത്രി എത്താൻ ഇനി ദിവസങ്ങളുണ്ട്. എന്തുതന്നെയായാലും 10 കോടിയിലധികം തീർത്ഥാടകർ ഇതുവരെ സ്നാനത്തിനെത്തി എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ VIP ദർശനത്തോട് അനുബന്ധിച്ചുള്ള സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാത്തരം ഒരുക്കങ്ങളും പൂർണ്ണ സജ്ജത്തോടെയാണ് ഇത്തവണ കുംഭമേള നടക്കുന്നത്. കുംഭമേളയിലേക്കായി നിരവധി ഭക്തർ വിവിധ ഇടങ്ങളിൽ നിന്നും, ലോകത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുമാണ് ഭാരതത്തിലേക്ക് എത്തുന്നത്. ഇതോടെ തന്നെ 10 കോടിയിലധികം തീർത്ഥാടകർ ഇതിനോടകം തന്നെ സ്നാനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ വിദേശത്തു നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെ എത്തിച്ചേർന്നു. കുംഭമേളയിലേക്ക് സന്ദർശിച്ച പ്രമുഖരുടെ എണ്ണം തന്നെ നിരവധിയാണ്. VIP സന്ദർശനത്തോടനുബന്ധിച്ച് ഇപ്പോൾ സുരക്ഷയും ശക്തമാക്കിയിരിക്കുകയാണ്. കുംഭനഗരിയായ പ്രയാഗ്രാജിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം, VIP-കളായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിത്വങ്ങളായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്നു. ഒരുപക്ഷെ ഏറെ ശ്രദ്ധേയമായി പറയേണ്ട നിരവധി പ്രമുഖർ എത്തിച്ചേരുന്നുണ്ട്.
കുംഭമേളയുടെ വിശേഷങ്ങളിലേക്കൊക്കെ തന്നെയും വരാം. മറ്റൊരു പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജമ്മുകശ്മീരിൽ രജൌരിയിലെ 17 പേരുടെ ദുരൂഹ മരണത്തിൽ കാരണം കണ്ടെത്തിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ വിഷാംശം ഏതാണ് എന്നത് കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. ബാക്ടീരിയ വൈറൽ ബാധ കൊണ്ടല്ല മരണമെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. 17 പേർ മരിച്ചത് കൂടാതെ മേഖലയിൽ കഴിഞ്ഞ ദിവസം 5 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, ജമ്മു കാശ്മീരിൽ രജൌരിയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ചിപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിച്ചത്, കൂടാതെ കൂടുതൽ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സംബന്ധിച്ചുമുള്ള അന്വേഷണവും പരിശോധനയും മേഖലയിൽ തുടരുകയാണ്. അതിനിടയിലാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് രജൌരിയിലെ ഈ മരണങ്ങൾ നടന്നിട്ടുള്ളത് വിഷാംശം ഉള്ളിൽ ചെന്നാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഏത് വിഷമാണ് അല്ലെങ്കിൽ വിഷാംശം ഏതാണ് എന്നത് സംബന്ധിച്ച് കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധന തുടരുകയാണ് എന്ന കാര്യമാണ് ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. വൈറസ്, ബാക്ടീരിയ അത്തരത്തിലുള്ള കാരണമല്ല മരണത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. വിഷാംശം ഉള്ളിൽ ചെന്ന് തന്നെയാണ് മരണം എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നും വിശദമായ പരിശോധന, ശാസ്ത്രീയ പരിശോധന തുടരുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. രജൌരിയിലെ ബദാൽ ഗ്രാമത്തിലാണ് ഡിസംബർ 7-നും ജനുവരി 19-നും ഇടയിൽ 3 കുടുംബത്തിലെ 17 പേർ ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബദാൽ മേഖലയിൽ കൂടുതൽ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖല പ്രത്യേകം നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം ഈ മരണത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ, വിദഗ്ധ സംഘത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഭ്യന്തരം, ആരോഗ്യം, ജലവിഭവം, കൃഷി തുടങ്ങിയ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഫോറൻസിക് സയൻസ് ലാബിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘത്തെയാണ് മേഖലയിൽ പരിശോധന നടത്തുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം ജമ്മു കശ്മീർ പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചത് എന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ആളുകളുടെ ഉള്ളിലേക്ക് വിഷാംശം എത്തിയത് എന്നത് സംബന്ധിച്ച് പരിശോധന നീളുന്നുണ്ട്. ഏതെങ്കിലും അട്ടിമറി ശ്രമം മേഖലയിൽ നടന്നിട്ടുണ്ടോ എന്നതും മരണത്തിന് കാരണം എന്താണ്, ഒപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. വിഷ്ണു. യെസ്, ഒപ്പം ജിഷ്ണു എടുത്തു പറയേണ്ടത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില വ്യാജ പ്രചരണങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരം വ്യാജ പ്രചരണങ്ങളിൽ പെട്ടുപോകരുത്, ഇതിൽ കൂടുതൽ പരിശോധന വേണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതൊരു വ്യക്തമായ ചിത്രം ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായുള്ള പ്രചാരണങ്ങൾ നടത്തരുത് എന്ന കാര്യം കേന്ദ്ര സർക്കാരും ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവരും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും വ്യക്തമാക്കിയിട്ടുണ്ട്. 17 പേരുടെ മരണം വലിയ ദുരൂഹതകൾക്ക് ഒപ്പം വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഭീകരവാദ ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച്, അട്ടിമറി ശ്രമം വല്ലതും നടന്നോ എന്നത് സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ, വൈറസ് ബാധയാണ് അല്ലെങ്കിൽ ബാക്ടീരിയ കാരണമാണ് മരണം തുടങ്ങിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ ഒന്നും തന്നെ ഈ വിഷയത്തിൽ നടത്തേണ്ടതില്ല എന്നും അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന കാര്യവുമാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന കാര്യത്തിനൊരു പ്രാഥമികമായ ഏകദേശ ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിഷാംശം ഉള്ളിൽ ചെന്നതാണ് മരണത്തിന് കാരണമായിട്ടുള്ളത്. ഏത് വിഷാംശമാണ് ഈ മരണപ്പെട്ടവരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത്, അത് ഏത് രീതിയിലാണ് എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കിട്ടാനുള്ളത്. അത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ വിഷാംശം സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുകയാണ്. ഒപ്പം മേഖലയിൽ പ്രത്യേക നിരീക്ഷണം നടത്തി വരുന്നുണ്ട്. സൈന്യത്തിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിശോധന നടത്തി വരുന്നുണ്ട്. ബദാൽ ഗ്രാമത്തിൽ പ്രത്യേകമായി നിരോധനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിലേക്ക് കണ്ടെയ്ൻമെന്റ് സോണുകൾ പോലെ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് ആളുകൾ പുറത്തുനിന്ന് എത്തുന്നത് തടഞ്ഞുകൊണ്ടാണ് അവിടെ ഇത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും 17 മരണങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വിഷ്ണു.
ശരി. പാകിസ്ഥാനെ വിമർശിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് ലോകത്തിന് മുഴുവൻ അറിയാമെന്നുള്ള കാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. You see, the whole world knows, who is promoting terrorism. In India, when we have terror-related attacks, where it is coming from. We all understand the genesis, the root of cross-border terrorism. So in this context, when the whole world knows who's the progenitor of cross-border terrorism, to say that we are trying to politicize something, etc., is totally immaterial. Everybody knows that there are people, there are countries who are responsible for cross-border terrorism, and we call upon Pakistan to take strict action to stop cross-border terrorism. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ഒരിക്കൽ കൂടി ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ജമ്മു കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന കരസേനാ മേധാവിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന കാര്യം ആർക്കാണ് അറിയാത്തത് എന്ന ചോദ്യം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങൾക്ക് മുൻപിലൂടെയും അതിലൂടെ പൊതുസമൂഹത്തിന് മുൻപിലേക്കും വെച്ചിട്ടുള്ളത്. ഒപ്പം ഭീകരവാദത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനുമേൽ മോദി സർക്കാരിന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ചെയ്തിട്ടുള്ളത്. ഭീകര ശക്തികൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഭാരതത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. അത് നേരത്തെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നാൽ ഭീകരവാദത്തിൽ പാകിസ്ഥാന് ശക്തമായ വേദികളുണ്ട് എന്ന വിമർശനം നേരിടുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാനാണ് പാകിസ്ഥാൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ കൃത്യമായി പരിശോധിച്ചാൽ ഭീകരവാദത്തിന്റെ വേരുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭാരതം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയാൻ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് എന്ന കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭീകരവാദ ശക്തികൾക്ക് ഭീകരവാദത്തിന് പിന്തുണയും സഹായവും നൽകുന്നത് പാകിസ്ഥാനാണ് എന്ന കാര്യം ലോകത്തിന് മുഴുവൻ അറിയാം. അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയാൻ കർശന നടപടി സ്വീകരിക്കണം എന്ന കാര്യങ്ങളാണ് ഇന്ന് വീണ്ടും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള യാതൊരു മേഖലയിലും സഹകരണം ഉണ്ടാകില്ല എന്ന കാര്യം നേരത്തെ തന്നെ മോദി സർക്കാർ വ്യക്തമാക്കിയിരുന്നത് മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് കൂടിയാണ്. ഈ വിഷയത്തിലാണ് ഇന്ന് ഇത്തരം കാര്യങ്ങൾ വീണ്ടും വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂടി ചൂണ്ടിക്കാട്ടിയത്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. കുംഭമേളയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. കുംഭമേളയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ഇതുവരെ സ്നാനത്തിന് വേണ്ടി എത്തിയത് 10 കോടിയിലധികം തീർത്ഥാടകരാണ്. ഒപ്പം തന്നെ കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിഖിൽ കുമാർ ചേരുന്നുണ്ട് പ്രയാഗ്രാജിൽ നിന്നും. നിഖിൽ, എന്തൊക്കെ മറ്റു വിശേഷങ്ങളാണ് കുംഭനഗരിയിൽ നിന്നുള്ളത്? നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, കുംഭനഗരിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഈ കുംഭനഗരിയിലേക്ക് തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണുള്ളത്. ഇപ്പോഴും വലിയ ഒരു ഒഴുക്ക് തന്നെയാണ്. കാരണം ഇനി അടുത്ത സ്നാനം വരാനിരിക്കുന്നത് 29-ാം തീയതിയാണ്. അതിന് മുന്നോടിയായി തന്നെ തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. അത് പ്രകാരം 10 കോടി ആളുകൾ ഇതുവരെ ഈ ഒരു കുംഭനഗരിയിൽ സ്നാനത്തിന് വേണ്ടി എത്തി എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം 10 കോടി ആളുകൾ സ്നാനത്തിന് വേണ്ടി ഇവിടെ ഈ കുംഭനഗരിയിലേക്ക് എത്തി എന്നുള്ളതാണ് കണക്കുകൾ. അതൊപ്പം തന്നെ ഇപ്പോഴും ഇന്നും തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ ഇവിടേക്കുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഒപ്പം ലോകത്തിന്റെ തന്നെ പല ഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകർ സ്നാനത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത് സുരക്ഷയുടെ കാര്യത്തിലേക്കാണ്. കാരണം ഇതുവരെയും പഴുതടച്ച സുരക്ഷ തന്നെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ VIP സന്ദർശനം
ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത ദിവസം എത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ ഇരിക്കുന്നു. രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ അടക്കം ഇവരുടെ സന്ദർശനം ഇനി അങ്ങോട്ട് വരുന്നത് പരിഗണിച്ച് തന്നെ ഇവിടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയകരമായ കാര്യം. ഒപ്പം തന്നെ തീർത്ഥാടകരുടെ ഒഴുക്ക് അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും തീർത്ഥാടകർ ഇപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വൈകിയ വേളയിലും ഇവിടേക്ക് തീർത്ഥാടകർ വലിയൊരു ഒഴുക്ക് തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിഷ്ണു, ശരി, നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായുള്ള പരിശോധന ശക്തമാക്കി ഡൽഹി പോലീസ്. വെസ്റ്റ് ഡൽഹിയിൽ നിന്നും പിടിയിലായ 10 പേരെ കൂടി ബംഗ്ലാദേശിലേക്ക് നാടുകടത്താൻ നടപടി ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. പരിശോധനയിൽ കണ്ടെത്തുന്ന മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെയും ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചു. ഡൽഹിയിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള പ്രത്യേക പരിശോധന തുടരുകയാണ്. ഇതിനിടെ പിടിയിലായ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്ന സംഘത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും രാത്രികാലങ്ങളിലാണ് പരിശോധന കർശനമായി നടത്തുന്നതെന്നും വെസ്റ്റ് ഡൽഹി DCP വിചിത്ര വീർ പറഞ്ഞു. വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് അടുത്തിടെ പിടിയിലായ 10 അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് ഇതുവരെ 40 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ നിർദ്ദേശപ്രകാരമാണ് വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധന. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരും റോഹിംഗ്യൻസും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും പ്രത്യേക പരിശോധനയിൽ പിടിയിലാവുന്ന മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെയും ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. ഹുറിയത്ത് കോൺഫറൻസ് ചെയർമാനും കശ്മീരിലെ മുഖ്യ പുരോഹിതനുമായ മിർവായിസ് ഉമർ ഫറൂഖ് നേതൃത്വം നൽകുന്ന സംഘവുമായി വഖഫ് നിയമ ഭേദഗതി പരിശോധിക്കുന്ന സമിതി കൂടിക്കാഴ്ച നടത്തും. 29-ന് വഖഫ് ഭേദഗതി സംബന്ധിച്ച റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകാൻ സംയുക്ത പാർലമെന്ററി സമിതി വീണ്ടും യോഗം ചേരും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി ബില്ല് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു. 500 പേജുകളെങ്കിലുമുള്ള റിപ്പോർട്ടാകും വഖഫ് ഭേദഗതി പരിശോധിക്കുന്ന പാർലമെന്ററി സംയുക്ത സമിതി തയ്യാറാക്കുക. ഇതുവരെ രാജ്യത്തെ 24 വഖഫ് ബോർഡുകളുമായി സമിതി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ മാത്രം 34 യോഗങ്ങൾ ചേർന്നു. ഇതിനു പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, മുസ്ലിം പണ്ഡിതർ, മതപുരോഹിതർ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങി വലിയൊരു ജനവിഭാഗത്തെ തന്നെ സംയുക്ത സമിതി നേരിൽ കേട്ടു. 27-ന് പ്രത്യേക യോഗം ചേർന്ന് വിലയിരുത്തലുകൾ നടത്തിയ ശേഷം 29-ന് വഖഫ് ഭേദഗതി സംബന്ധിച്ച റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകും. 31-ന് ആരംഭിച്ച് ഏപ്രിൽ 4-ന് അവസാനിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ സംയുക്ത പാർലമെന്ററി സമിതി വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മിറ്റി ചെയർമാൻ ജഗദംബിക പാൽ വ്യക്തമാക്കി. 6 महीने से हमने पूरे देश के स्टेक होल्डर के साथ भी बात किया. दिल्ली में 34 बैठकें किया. लगभग 108 घंटे से ज़्यादा बैठकें यहाँ पे हुई और पूरे देश के इस्लामिक स्कॉलर हों, रिटायर्ड जजेज हों, हाई कोर्ट के लायर्स हों या तमाम यूनिवर्सिटीज़ के नुमाइंदे हों या गवर्नमेंट के ऑफिशियल, सबसे हमने बातचीत किया है. मुझे उम्मीद है कि एक बहुत बेहतर रिपोर्ट तैयार होगी. പൊതുജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിച്ചാണ് സംയുക്ത സമിതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചെങ്കിലും ന്യൂനപക്ഷ പ്രീതി മുൻനിർത്തി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭേദഗതിയെ എതിർത്തു. തുടർന്നാണ് ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളെയും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളെയും ഉൾപ്പെടുത്തി സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ച് വഖഫ് ഭേദഗതി നിയമം സംബന്ധിച്ച് വിശകലനം നടത്താൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയത്. ജനം, ഡൽഹി. രാജ്യം 76-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഡൽഹിയിലെ കർത്തവ്യപഥിൽ അന്തിമ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. മുഖ്യാതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ഡൽഹിയിലെത്തി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രാജ്യമെങ്ങും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യമെമ്പാടും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമെങ്കിലും ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന ആഘോഷങ്ങൾ ലോക ശ്രദ്ധയാകർഷിക്കും. മുഖ്യാതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ഡൽഹിയിലെത്തി. വ്യാഴാഴ്ച രാത്രി ഡൽഹിയിലെത്തിയ അദ്ദേഹത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഭാരതത്തിലെത്തിയത്. 10,000 പേരെ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമത്തലവന്മാർ, പരിസ്ഥിതി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, മൈ ഭാരത് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി
31 വിഭാഗങ്ങളിൽ നിന്നായാണ് അതിഥികളെ തെരഞ്ഞെടുത്തത്. അതിഥികൾക്ക് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് പുറമെ ദേശീയ യുദ്ധസ്മാരകം, പ്രധാനമന്ത്രി സംഗ്രഹാലയം, ഡൽഹിയിലെ മറ്റു പ്രമുഖ സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കുവാനും കേന്ദ്രമന്ത്രിമാരുമായും ആശയവിനിമയം നടത്തുവാനും അവസരമുണ്ട്. രാവിലെ 7-നും 9-നും ഇടയിൽ കർത്തവ്യപഥത്തിന്റെ ഇരുവശങ്ങളുമായി സജ്ജീകരിച്ച ഇരിപ്പിടങ്ങളിൽ പ്രവേശനം അനുവദിക്കും. അനേകം സുരക്ഷാ പരിശോധനകളിലൂടെ കടന്നുവേണം ഗാലറികളിലെത്താൻ. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി എത്തി പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നതോടെ കർത്തവ്യപഥത്തിലെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. രാവിലെ 10:30 പരേഡുകൾ ആരംഭിക്കുക. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ കണക്കിലെടുത്ത് രാജ്യമെമ്പാടുമുള്ള എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റു പ്രധാന ഇടങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി. വീണ്ടുവാർത്തകളിലേക്ക്. അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്നത് തടഞ്ഞ നടപടി കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഫെബ്രുവരി മുതൽ നടപ്പിലാക്കാനിരുന്ന എക്സിക്യൂട്ടീവ് ഓർഡറാണ് കോടതി തടഞ്ഞത്. നടപടിക്കെതിരെ അപ്പീൽ സമർപ്പിക്കുമെന്ന് ട്രംപ് അറിയിച്ചു. 14 ദിവസത്തേക്കാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ നടപ്പാക്കുന്നത് സിയാറ്റിലിലെ കോടതി സ്റ്റേ ചെയ്തത്. അമേരിക്കയിൽ ജനിക്കുന്ന വിദേശികളുടെ കുട്ടികൾക്ക് സ്വാഭാവികമായും പൗരത്വം ലഭിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 100-ലേറെ വർഷമായി നിലനിൽക്കുന്ന ഈ പതിവ് മാറ്റണമെന്ന ആവശ്യം അമേരിക്കൻ ജനത വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നതുമാണ്. അനധികൃതമായി കുടിയേറിയെത്തുന്നവരുടെ കുട്ടികൾക്കും ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭ്യമാണ്. സ്വാഭാവികമായും അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ രക്ഷാകർതൃത്വം ഉറപ്പാക്കുന്നതിന് അനധികൃത കുടിയേറ്റക്കാരെ തുടരാൻ അനുവദിക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് പുറപ്പെടുവിച്ചത്. ഭരണഘടനാപരമായ അവകാശം നിയന്ത്രിക്കാനുള്ള നടപടികൾ ആരംഭിക്കാനായിരുന്നു എക്സിക്യൂട്ടീവ് ഓർഡർ. കോടതി സ്റ്റേക്കെതിരെ അപ്പീൽ നൽകുമെന്നും ട്രംപ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്കയിൽ നിർമ്മാണം നടത്താത്ത കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്പദ് രംഗം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ഈയൊരു നടപടി. അധിക നികുതി ബാധ്യതകൾ ഒഴിവാക്കാൻ കാനഡ അമേരിക്കയുടെ 51ാം സ്റ്റേറ്റ് ആകണമെന്ന് ട്രംപ് ആവർത്തിച്ചു. തങ്ങളുടെ രാജ്യം ഡംപിംഗ് കേന്ദ്രമാക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ വിപണിയിലെത്തുന്ന മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയിൽ ഉത്പാദനം നടത്താത്ത നിർമ്മാതാക്കൾക്കായിരിക്കും നികുതി ചുമത്തുക എന്നും അദ്ദേഹം പറഞ്ഞു. People in our country that are probably worse that we allowed in, but we will quickly reestablish control of our sovereign territory and borders. We will expel every single illegal alien, gang member and migrant criminal operating on American soil and remove the savage gang Tren de Aragua from the United States. ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. തങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കർശന നടപടി. വൻതോതിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതി ചുമത്തുന്നത് ഫെബ്രുവരി മുതൽ നടപ്പാക്കാനാണ് ട്രംപ് നീക്കങ്ങൾ നടത്തുന്നത്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇതോടൊപ്പം 25% നികുതി ചുമത്താനും പുതിയ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. കാനഡ അമേരിക്കയുടെ 51ാം സ്റ്റേറ്റ് ആകണമെന്ന ആവശ്യം ട്രംപ് ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. 2 ദിവസത്തെ സന്ദർശനത്തിന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനയിലേക്ക്. ഈ മാസം 26, 27 തീയതികളിലാകും സന്ദർശനം നടക്കുക. ചൈനീസ് വിദേശകാര്യ വൈസ് മിനിസ്റ്ററുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തും. ബീജിംഗിൽ 26, 27 തീയതികളിലായിരിക്കും വിദേശകാര്യ സെക്രട്ടറിയും ചൈനീസ് വിദേശകാര്യ വൈസ് മിനിസ്റ്ററും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുക. രാഷ്ട്രീയവും വാണിജ്യപരവും സാംസ്കാരികവുമായ വിഷയങ്ങളിൽ പരസ്പരം സഹകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായിരിക്കും കൂടിക്കാഴ്ചയിൽ പ്രാധാന്യം. അതിർത്തിയിലെ സേനാവിന്യാസം പിൻവലിച്ചതിന് ശേഷം വിവിധ വിഷയങ്ങളിൽ പ്രതിനിധിതല ചർച്ചകൾ തുടരാനുള്ള ധാരണ ഇന്ത്യയും ചൈനയും തമ്മിൽ യാഥാർത്ഥ്യമായിരുന്നു. ആദ്യഘട്ട ചർച്ചകളുടെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെ പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുത്തു. തുടർന്നാണ് വിദേശകാര്യ സെക്രട്ടറിയും വൈസ് മിനിസ്റ്ററും തമ്മിലുള്ള ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. 2021 മുതൽ നിശ്ചലമായ ചർച്ചകളാണ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ഗാൽവൻ താഴ്വരയിലെ കടന്നുകയറ്റം ഇന്ത്യ ചൈന സഹകരണത്തിന് വിലങ്ങുതടിയായി തീർന്നു. അതിർത്തിയിൽ നിന്നും ഇരു രാജ്യങ്ങളും സൈന്യങ്ങളെ പിൻവലിച്ച് പട്രോളിംഗ് നടപ്പാക്കിയതോടെയാണ് ചർച്ചകൾ പുനരാരംഭിച്ചത്. അയൽക്കാർക്ക് ആദ്യ പരിഗണന എന്ന നയതന്ത്ര തത്വത്തിലൂന്നിയ നിലപാടിലാണ് ഭാരതം മുന്നോട്ടു പോകുന്നത്. മേഖലയിലെ സഹകരണവും സുരക്ഷയും ഉറപ്പാക്കുന്നതോടെ പുതിയ സാധ്യതകളാണ് ഭാരതവും ചൈനയും തമ്മിൽ തുറന്നു കിട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം. ശബരിമല അയ്യപ്പ സേവാ സമാജം സംഘടിപ്പിക്കുന്ന ഹിന്ദു ആധ്യാത്മിക സംഗമത്തിന് ഗുജറാത്തിൽ തുടക്കമായി. 4 ദിവസത്തെ സംഘം അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലാണ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷം 8 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ.
ശബരിമല ആചാരലംഘനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചായിരുന്നു ഗുജറാത്തിൽ അയ്യപ്പ സേവാ സമാജം പ്രവർത്തനം തുടങ്ങിയത്. സമാജത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 6 വർഷം പൂർത്തിയായി. അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ആരംഭിച്ച ഹിന്ദു ആധ്യാത്മിക സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ആദ്യ ദിനം തന്നെ ശ്രദ്ധേയമായി. കഴിഞ്ഞ വർഷം 4 ലക്ഷം പേർ പങ്കെടുത്ത സംഗമത്തിൽ ഈ വർഷം 8 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. സംഗമത്തിൽ ശബരിമല ക്ഷേത്ര മാതൃകയൊരുക്കി കേരളീയ പൂജാവിധി പ്രകാരം 4 ദിവസത്തെ പൂജാ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പടിപൂജയും വിവിധ പരിപാടികളും നടക്കുന്നു. കലശയാത്രയ്ക്കൊപ്പം വാദ്യമേള അകമ്പടിയോടെ 500-ൽ പരം വനിതകൾ താലപ്പൊലിയേന്തി നടന്ന ഘോഷയാത്രയോടെയാണ് സംഗമത്തിന് തുടക്കമായത്. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സംഗമം ഞായറാഴ്ച സമാപിക്കും. നാഷണൽ ഡെസ്ക്, ജനം. ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള 2025 നാളെ മുതൽ കൊച്ചിയിൽ നടക്കും. സാങ്കേതിക വിദ്യ മുതൽ പാരിസ്ഥിതിക വരെ ഉള്ള വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി സെമിനാറുകളും പ്രഭാഷണങ്ങളും നടക്കും. ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെയാണ് കൊച്ചിയിൽ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കേരള 2025 സംഘടിപ്പിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ശില്പശാലകളും പ്രഭാഷണങ്ങളുമാണ് നടക്കുക. സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സമ്മിറ്റിലെ വിവിധ സെമിനാറുകളിൽ ചർച്ചയാകുമെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന സെമിനാറുകളാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ നടക്കുന്നതെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി അധികൃതർ വ്യക്തമാക്കി. ഒരു പ്രസന്റ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ കറന്റ് ജനറേഷനെ പ്രസന്റ് ജനറേഷനെ എങ്ങനെ ഫ്യൂച്ചറിന് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ അവർ അറിഞ്ഞിരിക്കണം. നമ്മൾ പറയും ഫ്യൂച്ചർ ടെക്നോളജി എന്ന് പറയും, അതുപോലെ ടെക്നോളജിയാണ് ഫ്യൂച്ചർ എന്ന്. അങ്ങനെ ടെക്നോളജിയാണ് നമ്മുടെ എല്ലാ മേഖലകളിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഫ്യൂച്ചർ ഒരു 10%, 15% ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് സൊസൈറ്റിക്ക് വേണ്ടി മൊത്തം ഉള്ളതാണ്. അത് ഏത് ജോലി ചെയ്യുന്നവർക്കും മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്യുന്നവർക്കും മാത്രമല്ല, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് മുതൽ കുട്ടികൾ മുതൽ പല രീതിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇനി എന്തൊക്കെ അഡ്വാൻസ്മെന്റുകളാണ് വരാനിരിക്കുന്നത്, എന്തൊക്കെ ലോകത്ത് നടക്കേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. റിച്ചർഡ് സ്റ്റാൾമാനും ശശി തരൂരും ഉൾപ്പെടെയുള്ള പ്രമുഖർ സെമിനാറുകളിൽ സംസാരിക്കും. ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സമ്മിറ്റ് ഒരുക്കിയിട്ടുള്ളതെന്നും യൂണിവേഴ്സിറ്റി അധികൃതർ പറഞ്ഞു. ജനം, കൊച്ചി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.